എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഈ നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ബോൺലെസ് ചിക്കൻ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേവിച്ചെടുത്ത ചിക്കൻ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ക്രഷ് ചെയ്ത വെച്ചാൽ ചിക്കൻ വെച്ചിട്ടുണ്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ അധികം എരിവില്ലാത്ത ഒരു വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടിയും ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേവിച്ചെടുത്ത ചിക്കൻ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 5 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അപ്പം നമുക്ക് നോക്കത്തേക്കിന് സമോസയാക്കാന്ന്. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് എണ്ണയും കൂടിയും ചേർക്കാം. കുറച്ച് എണ്ണ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ ഇത് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നനഞ്ഞൊരു ക്ലോത്ത് ഇട്ടിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് സമോസ ഉണ്ടാക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ചിക്കൻ ഇടാം. ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനോട് വെള്ളം ചേർക്കാം. നമുക്ക് തീ ഓണാക്കാം. ഇത് മൂടി വെച്ചിട്ട് ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസുകൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കൻ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് സമോസയിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, കറിവേപ്പിലയും സവോളയും ചേർക്കാം, പച്ചമുളക് ചേർക്കാം. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് ഏറ്റാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഗരം മസാല ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും ഗരം മസാലയും വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തും ചേർക്കാം. അപ്പോൾ സമോസയിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മാവ് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിനകത്ത് നിന്ന് ഓരോ ചെറിയ ബോളാക്കിയിട്ട് ഇത് ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്താം. ഇതൊരു റോളിംഗ് പിന്ന് വെച്ചിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം.
ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കണ പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൻറ്ററിൽ വെച്ചിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുക്കുക. ഇനി അതിന് ഒരു പീസ് എടുത്ത് മാറ്റാം. ഫില്ലിങ് വെക്കുമ്പോൾ സെൻറ്ററിലായിട്ട് വെക്കാണ്ട് പതുക്കെ ഒരു സൈഡിലേക്ക് കുറച്ച് നീക്കിയിട്ട് വേണം ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. ഫില്ലിങ് നന്നായിട്ട് ഒതുക്കി വയ്ക്കുക. ഇനി ഇത് ഒരറ്റത്തുനിന്ന് ഇപ്പുറത്തെ അറ്റത്തേക്കാണ് ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പോണത്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി എല്ലാ സൈഡും മടക്കി മടക്കി ഒന്ന് സീൽ ചെയ്യുക. തിരിപ്പിച്ച് തിരിപ്പിച്ച് വേണം സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സൈഡ് സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ സൈഡും ഇങ്ങനെ തന്നെ സീൽ ചെയ്യുക. ഇനി ഇതേപോലെ എല്ലാനും ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തിട്ട് സീൽ ചെയ്യുക. എല്ലാവരും നമ്മൾ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് സമോസ ഇടാം. സമോസ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. ഇത് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. ഇപ്പം ഇറച്ചിപ്പത്തൽ അല്ലെങ്കിൽ മലബാർ സമോസ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം.